സോ ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് വേറൊരു സിനിമയുടെ ഒരു റിവ്യൂ ആണ്. ലൈക്ക് ഞാൻ ഹോട്ട്സ്റ്റാറിൽ കണ്ട ഒരു ഫിലിമാണ് ദി ഹോം എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് ഞാൻ ഇങ്ങനെ സജഷനിൽ വന്നൊരു മൂവി ആയിരുന്നു. സോ ഞാൻ വെറുതെ എന്തായാലും ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. കണ്ടപ്പോൾ എൻ്റെ പൊന്നു, എൻ്റെ ഫുൾ കിളി അങ്ങ് പോയി. എൻ്റെ കിളി പോയി സാറേ. കിളി പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. എന്താ പറയാ, ലൈക്ക് വല്ലാത്തൊരു സിനിമ. ലൈക്ക് ഇപ്പം ബ്ലഡിനോട് ഒരു ആസക്തിയുള്ള ആൾക്കാർ ഇത് കാണരുത്. കാരണം ഇത് ഒരുപാട് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതായത് അത്യാവശ്യം ബ്രൂട്ടലാണ് കുറെ സീനൊക്കെ. ആൻഡ് ഇത് ഓഫ്കോഴ്സ് 18+ ആയിട്ടുള്ള ആൾക്കാർ കാണാൻ ശ്രമിക്കുക. ഇതിൽ കുറെ സെക്ഷലി എക്സ്പ്ലിസിറ്റ് സീനൊക്കെ ഉണ്ട്. ആൻഡ് ആക്ച്വലി ടുവേർഡ്സ് ദി എൻഡ് ആണ് ഈ സിനിമയുടെ മെയിൻ പൊട്ടൻഷ്യൽ ഉള്ളത്. ലൈക്ക് ഭയങ്കര സ്ലോ ആയി പോണ ഫിലിമാണ്, ബട്ട് ഓഫ്കോഴ്സ് നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആണ്. ആൻഡ് ലൈക്ക് നമുക്ക് ചില പോയിന്റ് ഒക്കെ എത്തുമ്പോൾ ലൈക്ക് ഒരു ചെറിയ അറപ്പൊക്കെ തോന്നി തുടങ്ങും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതൊരു ഒരു ഹോം, അതായത് ഒരു ഹോം എന്ന് പറഞ്ഞ പടത്തിന്റെ പേര് ദി ഹോം എന്നാണ്. സോ നമുക്കൊരു ഈ നമ്മുടെ ഈ വൃദ്ധസദനം എന്നൊക്കെ പറയൂലേ, ഓൾഡ് ഏജ് ഹോം. അപ്പോൾ അവിടെയാണ് ഈ സംഭവം മെയിൻലി, ലൈക്ക് ഈ കഥയുടെ മെയിൻലി പ്ലോട്ട് ഇരിക്കുന്നത്. ലൈക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നു, അതൊരു കാരണത്താൽ എത്തിപ്പെടുന്നു. ആൻഡ് അവിടെ ഭയങ്കര വിയേർഡായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് മനസ്സിലാക്കുന്നു. സോ അതാണ് കഥ. സോ ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓഫ്കോഴ്സ് ദി മെയിൽ ക്യാരക്ടറാണ്. ക്യാരക്ടറിന്റെ നെയിമാണ് മാക്സ്. സോ പുള്ളീനെ ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. സോ നമ്മുടെ ഫുൾ ഫോക്കസ് ആ പ്രൊട്ടാഗണിസ്റ്റിന്റെ മുകളിൽ തന്നെ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് ഹാഫ് തൊട്ടിട്ടാണ് ലൈക്ക് ആ ഒരു ഫിലിമിന്റെ വേറൊരു വേർഷൻ. ആൻഡ് ഇത് 2025 ഇറങ്ങിയ സിനിമയാണ്. നമുക്ക് OTT പ്ലാറ്റ്ഫോമായ ഹോട്ട്സ്റ്റാറിൽ ഇത് കാണാം. അപ്പം ലൈക്ക് എനിക്ക് ലൈക്ക് ഫസ്റ്റ് ഒക്കെ ഇതൊക്കെ കാണാൻ നോക്കിയ പിന്നെയും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ ലൈക്ക് ബ്ലഡ് ഷെഡ് ഉള്ള കുറെ സിനിമ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് വലിയ സീനൊന്നും തോന്നിയില്ല. മറിച്ച് സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് ആക്ച്വലി എനിക്ക് പതിയെ കണ്ണ് മൂടാനൊക്കെ തുടങ്ങിയത്. എനിക്ക് ചില സീനൊക്കെ കാണുമ്പോൾ എനിക്ക് നോക്കേ വേണ്ട സ്ക്രീനിലേക്ക്, അങ്ങനെ ആയത്. സോ അത്യാവശ്യം ബ്രുട്ടാലിറ്റിയിലാണ് ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു എന്താ പറയുക, ഒരു മിസ്റ്ററി ഹൊറർ ഫാനാണ്, ആ ഒരു ജോണർ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സിനിമ കണ്ടു നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ശ്രദ്ധിക്കുക, കൊച്ചുകുട്ടികളൊന്നും ഇത് കാണാൻ നോക്കരുത്. കാരണം ഇത് അത്യാവശ്യം പേടിപ്പിക്കുന്ന കുറേ രംഗങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാന്നുള്ള രീതിയിൽ കണ്ടാണ്, പക്ഷെ എൻ്റെ കിളി പോയി. അപ്പോൾ അത് ഫിലിമിൻ്റെ പേരാണ് ദി ഹോം. ആൻഡ് ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമായ നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ ഇത് അവൈലബിൾ ആണ്. സോ അതെല്ലാവരും കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.